നമസ്കാരം. പ്രേമത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് അനുപമ പരമേശ്വരൻ. ചിത്രം വലിയ വിജയമായി മാറിയെങ്കിലും അനുപമയെ പിന്നെ മലയാളത്തിൽ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രേമത്തിന് പിന്നാലെ തെലുങ്കിലേക്ക് ചേക്കേറുകയായിരുന്നു അനുപമ. തെലുങ്കിൽ സ്വന്തമായൊരിടം കണ്ടെത്താനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അനുപമയ്ക്ക് സാധിച്ചു. പിന്നീട് മലയാളത്തിലേക്ക് തിരികെ വരികയും കയ്യടി നേടുകയും ചെയ്തു അനുപമ. പാൻ ഇന്ത്യൻ നായിക എന്ന നിലയിലേക്കുള്ള അനുപമ പരമേശ്വരന്റെ യാത്ര അത്ര നിസ്സാരമല്ല. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ് ഭാഷകളിലായി നടി ഇപ്പോൾ സജീവമാണ്. അടുത്തിടെയാണ് അനുപമയുടെ ബൈസൺ എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ധ്രുവ് വിക്രം ആയിരുന്നു ചിത്രത്തിലെ നായകനായെത്തിയത്. തമിഴകത്തിന്റെ മിന്നും താരം വിക്രമിന്റെ മകനാണ് ധ്രുവ് വിക്രം. 2019 പുറത്തിറങ്ങിയ ആദിത്യ വർമ്മയായിരുന്നു ധ്രുവിന്റെ അരങ്ങേറ്റ സിനിമ. തെലുങ്ക് ചിത്രം അർജുൻ റെഡ്ഡിയുടെ റീമേക്ക് ആയിരുന്നു ആദിത്യ വർമ്മ. ചിത്രം വലിയ വിജയമായില്ലെങ്കിലും ധ്രുവിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അച്ഛനൊപ്പം അഭിനയിച്ച മഹാനിലും കൈയടി നേടാൻ ധ്രുവിന് സാധിച്ചിരുന്നു. ബൈസൺ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മകൻ ധ്രുവ് വിക്രം. അനുപമ പരമേശ്വരനും രജിഷ വിജയനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് മാരി സെൽവരാജ് ആയിരുന്നു. മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചയാണ് വിക്രമിന്റെ മകനും നടനുമായ ധ്രുവ് വിക്രമുമായി നടി അനുപമ പരമേശ്വരൻ പ്രണയത്തിലാണ് എന്നത്. ആ പ്രണയം സ്ഥാപിക്കുന്ന ചില ഫോട്ടോകളും സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ബൈസൺ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അനുപമയും ധ്രുവ് വിക്രമും പരിചയപ്പെടുന്നത്. അത് നല്ല സൗഹൃദമായി. സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധം ഇരുവർക്കുമിടയിലുണ്ട് എന്ന ചർച്ചകൾ സജീവമായത് ഒരു ലിപ് ലോക്ക് ചിത്രം വൈറലായതിന് പിന്നാലെയാണ്. ഷൂട്ടിംഗ് സെറ്റിലെ ചിത്രമല്ല എന്നതും AI അല്ല എന്നതും വ്യക്തമായതോടെ പ്രണയ ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചു. പിന്നീട് ധ്രുവിന്റെ ചിത്രങ്ങൾക്ക് അനുപമ ലൈക്ക് അടിക്കുന്നതും അനുപമയുടെ ചിത്രങ്ങൾക്ക് ധ്രുവ് ലൈക്ക് അടിക്കുന്നതും അടക്കം അഭിമുഖങ്ങളിൽ ഇരുവരും ഓരോ നോട്ടത്തിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായ വീഡിയോകളും പ്രചരിച്ചതോടെ പ്രണയ ഗോസിപ്പ് അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അനുപമയും ധ്രുവും JFW അവാർഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. ഒരുമിച്ചല്ല വന്നത്, രണ്ടുപേരും പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയവരാണ്. എന്നിട്ടും ഇരുവരെയും ബന്ധിപ്പിക്കുന്ന പല ഫോട്ടോകളും വീഡിയോകളും അവാർഡ് നിശയിൽ നിന്ന് പുറത്തു വന്നു. സ്റ്റേജിൽ വെച്ച് ധ്രുവ് അനുപമയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചതും 2 മണിക്കും തനിക്ക് വിളിക്കാൻ കഴിയുന്ന ഫ്രണ്ടാണ് ധ്രുവ് എന്ന് അനുപമ പറഞ്ഞതും ഒരുമിച്ചിരുന്നുള്ള ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു. എങ്കിൽ പിന്നെ ഞങ്ങളായി ഇനി മറച്ചു വെക്കേണ്ടതില്ലല്ലോ എന്ന നിലയിലാണ് ധ്രുവ് വിക്രം ഇപ്പോൾ ഒരു ഫോട്ടോ പങ്കുവച്ചത്. ബൈസൺ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് മുംബൈയിൽ എത്തിയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ് പുതിയ വിശേഷം. ആ ചിത്രം അനുപമയും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേസമയം അനുപമയും ധ്രുവും ലിപ് ലോക്ക് ചെയ്യുന്നുവെന്ന തരത്തിൽ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് അഭ്യൂഹം ശക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിൽ ബ്ലൂ മൂൺ എന്ന സ്പോട്ടിഫൈ ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. ചിത്രത്തിൽ അനുപമയുടെയും ധ്രുവിന്റെയും മുഖസാദൃശ്യമുള്ള 2 പേർ ചുംബിക്കുന്നതായാണ് കാണുന്നത്. വിഷയത്തിൽ ഇരു താരങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ ധ്രുവ് നൽകിയ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിൽ അനുപമയെക്കുറിച്ച് പേളിമാണി ചോദിക്കുന്നുണ്ട്. തന്റെ യൂട്യൂബ് ചാനൽ മറ്റു അഭിമുഖങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് പേളി ചോദിക്കുന്നുണ്ട്. അതിന് ധ്രുവ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അനുപമയുടേതാണെന്ന് ധ്രുവ് മറുപടിയായി പറയുന്നു. ഇത് കേട്ട് അനുപമയുടെ വീഡിയോ എല്ലാം കാണുമല്ലേ എന്ന് പേളി കളിയാക്കുന്നതും ധ്രുവ് നാണത്തോടെ ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. രജിഷ വിജയനും ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഇരുവരും പ്രണയത്തിലാണെന്നതിന്റെ സൂചനയാണ് ഇതെന്ന് ആരാധകർ പറയുന്നു. ധ്രുവും അനുപമയും ഒരുമിച്ച് അഭിനയിക്കുന്ന ബൈസൺ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് നടി രജിഷയും ധ്രുവും പേളിമാണിയുടെ ഷോയിൽ എത്തിയത്. മാരി സെൽവരാജാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അതേസമയം ഇരുവരും പ്രണയത്തിൽ നിന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു. മാരി സെൽവരാജ് ചിത്രമായ ബൈസണിൽ വെച്ചാണ് അനുപമയും ധ്രുവും പരിചയപ്പെടുന്നത്. ഇത് പ്രണയമായി വളർന്നെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. മാസങ്ങൾക്ക് മുൻപ് സ്പോട്ടിഫൈ എന്ന മ്യൂസിക് ആപ്പിലെ ബ്ലൂ മൂൺ എന്ന പ്ലേലിസ്റ്റിന്റെ കവർ ചിത്രമായി അനുപമയും ധ്രുവും ലിപ് ലോക്ക് ചെയ്യുന്ന ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രം AI ആണോ എന്ന വ്യക്തത വന്നില്ലെങ്കിലും ഇതിന് പിന്നാലെയാണ് ധ്രുവും അനുപമയും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. ഏറ്റവും ഒടുവിൽ അനുപമയും ധ്രുവും JFW അവാർഡ് ഷോയിലും പങ്കെടുത്തിരുന്നു. സ്റ്റേജിൽ വെച്ച് അനുപമയ്ക്ക് ധ്രുവ് പിറന്നാൾ ആശംസകൾ അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു. ഒരു അഭിമുഖത്തിലാണ് പുലർച്ചെ 2 മണിക്ക് സിനിമാ മേഖലയിൽ നിന്ന് ആരെ വിളിക്കാനാകും എന്ന ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ അനുപമ ധ്രുവ് എന്ന് മറുപടി നൽകിയത്. ഇതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന് ആരാധകർ ഉറപ്പിച്ചത്. മാരി സെൽവരാജിന്റെ ബൈസൺ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഇവർ കൂടുതൽ അടുത്തതെന്നാണ് വിവരം. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മുംബൈയിൽ എത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങളും ഇപ്പോൾ വൈറലാണ്. പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുമ്പോഴും ഇതിനോട് അനുപമയോ ധ്രുവോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ചിയാൻ വിക്രമിന്റെ മകനും നടനുമായ ധ്രുവ് വിക്രമിന്റെ ജന്മദിനത്തിനും അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു. 28 വയസ്സുകാരനായ ധ്രുവിന് ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം എത്തിയിരുന്നു. അതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് നടി അനുപമ പരമേശ്വരന്റെ ആശംസാ പോസ്റ്റായിരുന്നു. ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുന്ന ബൈസൺ എന്ന ചിത്രത്തിന്റെ പൂജാ സമയത്ത് എടുത്ത ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അനുപമയുടെ പോസ്റ്റ്. എനിക്ക് അറിയാവുന്നവരിൽ ഏറ്റവും അഭിനിവേശമുള്ള നടന് ജന്മദിനാശംസകൾ. അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു വർഷം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ബൈസൺ എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. പോസ്റ്റിന് താഴെ ലവ് ഇമോജികളുമായി ധ്രുവ് വിക്രമും എത്തി.
അതേസമയം ബൈസൺ എന്ന ചിത്രത്തിൽ ധ്രുവ് വിക്രമിന്റെ നായികയായി അനുപമ പരമേശ്വരൻ മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ അതിലും ഗംഭീരമായിരുന്നു കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെത്തിയ ലോക്ക്ഡൌൺ എന്ന ചിത്രത്തിലേത്. അനുപമ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്നറിയില്ല, അത്രയും നാച്ചുറൽ ആക്ടിംഗ് എന്ന് ചിത്രം OTT-യിൽ എത്തിയപ്പോൾ വിലയിരുത്തപ്പെട്ടിരുന്നു. നടിയുടെ അഭിനയ മികവ് ഓരോ സിനിമ കഴിയുന്തോറും കൂടുകയാണെന്നാണ് പ്രേക്ഷക അഭിപ്രായം. സോഷ്യൽ മീഡിയയിൽ അനുപമയുടെ ലോക്ക്ഡൌണിനെ ഓരോ ഷോർട്ട് വീഡിയോകളും വൈറലാവുന്നതിനൊപ്പമാണ് ബൈസൺ സിനിമയുടെ പ്രൊമോഷനിടയിൽ രജിഷ വിജയൻ നടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായത്. ഈഗോയെ ഇല്ലാത്ത നടിയാണ് അനുപമ എന്നാണ് രജിഷ പറഞ്ഞത്. അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറാണ് അനുപമ പരമേശ്വരൻ. തെലുങ്ക്, മലയാളം, തമിഴ് എല്ലാ ഭാഷയിലും സിനിമകൾ ചെയ്യുന്നു. ഞാനൊക്കെ ഒരു പ്രൊമോഷന് പോകുമ്പോൾ അയ്യോ ഇത്രയും പ്രൊമോഷനോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതും. എന്നാൽ എന്തിനും മനു തയ്യാറാണ്. ഒരു സെക്കൻഡ് പോലും ഈഗോ തോന്നാത്ത നടി എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്കറിയില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. തീർച്ചയായും അതിന് കൈയടിക്കണമെന്നാണ് രജിഷ പറഞ്ഞത്. അതേസമയം മലയാള സിനിമയിൽ നല്ല റോളുകൾ ലഭിക്കാതായപ്പോഴാണ് അനുപമ പരമേശ്വരൻ തെലുങ്ക് സിനിമാ ലോകത്തേക്ക് പോയത്. അനുപമയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മലയാള സിനിമ വിട്ട് ഒളിച്ചോടി പോവുകയായിരുന്നു. തെലുങ്കിലും ആദ്യ ചിത്രത്തിലൊക്കെ സെക്കൻഡ് ഹീറോയിൻ വേഷമായിരുന്നു. എന്നാൽ പതിയെ അനു തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്റേതായ ഇടം നേടിയെടുത്തു. ഇന്ന് അവിടെ ഒരു സൂപ്പർ താരം തന്നെയാണ് അനുപമ പരമേശ്വരൻ. ഒരു നായിക നടി എന്ന നിലയിൽ അനുപമ തെലുങ്ക് സിനിമാ ലോകത്ത് കാലുറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തമിഴകത്ത് സജീവമാകുന്നത്. സമീപകാലത്ത് ഇറങ്ങിയ അനുപമയുടെ സിനിമകൾ കണ്ട് അയ്യോ ഇതെന്തൊരു നടിയാണ്, എവിടെയായിരുന്നു ഇവർ ഇത്രയും കാലം, എന്തുകൊണ്ട് അനുപമയ്ക്ക് ഇതിനു മുൻപേ ഇത്രയും നല്ല റോളുകൾ കൊടുത്തില്ല എന്ന ചോദ്യമൊക്കെയാണ് ഉയരുന്നത്.